നമുക്ക് കിരണിന്റെ കല്യാണിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ വരുന്ന ആഴ്ചയിലെ ഗംഗാപ്രസാദിനൊടുവിൽ പൂട്ട് വീഴുന്നുണ്ട്. കാരണം അവന്റെ വിചാരം അവനെ ഒരിക്കലും കണ്ടുപിടിക്കില്ലെന്നുള്ള വിചാരമായിരുന്നു. അങ്ങനെ അവന് ഭയങ്കര സന്തോഷത്തോടെ കഴിഞ്ഞു വരുന്ന സമയത്ത് അവനിട്ട് പണിയായിട്ട് കിരണും കല്യാണി എത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒടുവില് ഗംഗാപ്രസാദ് തന്റെ ദൗത്യം വിജയിക്കാതെ വന്നു കഴിഞ്ഞപ്പം തിരികെ കാട്ടിലേക്ക് തന്നെ പോവണം. ഈ സമയം കിരണും പ്രകാശനും ഒക്കെ അവനെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവൻ ആരാന്നോ എന്താന്നോ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. അവൻ മുഖംമൂടി വെച്ചോണ്ട് CCTV നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് മുഖംമൂടി വെച്ചിരിക്കുന്ന കണ്ട്. അതുകൊണ്ട് മുഖമൊന്നും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ച് പ്രകാശനും കിരണും കൂടെ ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ കല്യാണിയൊക്കെ ആപ്പാ ടെൻഷനായിട്ട് ഇരിക്കുവാണ്. കല്യാണി ചോദിച്ചു, എങ്ങനെയാ കിരണേട്ടാ അവനെക്കുറിച്ച് വല്ല വിവരം കിട്ടിയെന്ന് ചോദിക്കുക. ഇല്ല, അവനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല കല്യാണി, അവൻ എന്താ ഏതാന്നും അറിയില്ല എന്ന് പറയണം. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, എനിക്ക് നല്ല സംശയമുണ്ട് കിരണേട്ടാ, ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് അവനായിരിക്കും. ആ ഗംഗ അവൻ മരിച്ചിട്ടുണ്ടോന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. കിരൺ പറഞ്ഞു, അവൻ എങ്ങനെ വരാനാ, അവനെ ഞാനത് തീർത്ത് കളഞ്ഞല്ലേ. ലക്ഷ്മി അമ്മ പറഞ്ഞ പോലെ വെട്ടിയിട്ടാ മുറി കൂടുന്ന ടൈപ്പ് അവന്. അങ്ങനെയാണെങ്കിൽ അവനായിരിക്കും ഇതിന്റെ പിന്നില്, നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് കിരൺ പറഞ്ഞു, അങ്ങനെ വരുവോ കല്യാണി, എനിക്കെന്തോ നല്ല പേടി തോന്നുന്നുണ്ടെന്ന് പറയണം. കാർത്തിക ലക്ഷ്മിയമ്മയൊക്കെ കല്യാണിയെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തേ. കല്യാണി മോള് പറഞ്ഞു ശരിയാന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു, അവനെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ടാ പറഞ്ഞ കിരൺ മോനെ, അവൻ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. ഇന്നത്തെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സംശയം ഒന്നും കൂടെ ബലപ്പെടുക ചെയ്യുന്നേ. അവന്റെ കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനം പറയാൻ പറ്റില്ല, അവൻ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നവനാന്ന് പറഞ്ഞു. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, അങ്ങനെ എന്തേലും ആണെങ്കിൽ മോനെ ഒരു കാര്യം ചെയ്യാൻ ഒന്നുകൂടെ അവനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കാന്ന് പറയണ. കല്യാണി പറഞ്ഞു, പേടിക്കണ്ട, എന്താണ് കിരണേട്ടാ, നമുക്ക് രണ്ടുപേർ കൂടെ കാട്ടിലേക്കൊന്ന് പോയി നോക്കാം. രതീഷിന്റെ പരിചയത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. വേലുണ്ട്, അങ്ങനെയാണ് അവനെ ഒന്ന് ചെന്ന് കണ്ടു നോക്കാം. അവരുടെ കുടിയിലൊക്കെ ഒന്ന് പോയി നോക്കുവാണെങ്കിൽ ചിലപ്പോ അവിടെ എവിടെയെങ്കിലും അവൻ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കുമല്ലോ. കുടിയിലുള്ളവരെ പറഞ്ഞു ഓരോന്ന് കാര്യങ്ങളൊക്കെ വിശ്വസിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ കിരണേട്ടാ. അങ്ങനെ എന്തേലും പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണോ അവൻ അവിടെ താമസിക്കണേന്ന് അറിയില്ല, ഇനി പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടോന്നും അറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം. കിരൺ പറഞ്ഞു, പേടിപ്പിക്കാനെന്ന് പറഞ്ഞാൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല, കാട്ടി വാസിക്കുന്നവർക്ക് അത്ര വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. അല്ല കിരണേട്ടാ, പറയാൻ പറ്റില്ലോ അവരെന്തെങ്കിലും പറഞ്ഞ് കയ്യിലെടുത്തിരിക്കുവാണോന്ന്. അല്ല, കഴിഞ്ഞ ദിവസം അവന്റെ ഗംഗാപ്രസാദിന്റെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞപ്പോ ഒരു പതർച്ച ഉണ്ടായെന്നല്ലേ പറഞ്ഞു വേലുവിന്. അങ്ങനെയാണെങ്കിൽ അവനവിടെ കടന്നു ചെന്നിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. ശരി, നീ പറഞ്ഞല്ലേ, നമുക്ക് പോയി നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, ഞാനും കൂടെ വരാന്ന് പറയാം. വേണ്ടച്ചാ, നാളെ ഞങ്ങളൊന്ന് പോയി നോക്കാം. രതീഷിനെ വിളിക്കാം, രതീഷിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുക. അതിനുശേഷം വേലുവിനെ വിളിച്ച് അവൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളൂന്ന് പറയണം. അങ്ങനെ അന്നത്തെ രാത്രിയിൽ ലക്ഷ്മി അമ്മയും കാർത്തികനെ അവിടെ തനിച്ച് കിടക്കാൻ സമ്മതിച്ചില്ല. അവരെ നേരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. പ്രകാശനൊന്നും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇനിയും ചിലപ്പോൾ അവൻ വന്നാലോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു അവരുടെ മനസ്സെന്നറിയോ ഉണ്ടായിരുന്നേ. അങ്ങനെ അവരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോന്നു. പ്രകാശം പറഞ്ഞു, ഇനി നിങ്ങൾ ഇവിടെ തന്നെ നിർത്തുന്ന പരിപാടിയില്ല, കാരണം ഇവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവനിനിയും വന്നാലോ എന്നൊക്കെ പറഞ്ഞു. അവർക്ക് എതിർക്കാനൊന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ അവരെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോന്നേ. ഇതേ സമയത്ത് ഗംഗാപ്രസാദ് എന്ത് ചെയ്തു, കാട് കടക്കുവാണ്. അവൻ പോയി ബൈക്കൊക്കെ റോഡ് സൈഡ് വെച്ചിട്ട് കാട്ടിലേക്ക് പോന്നേ. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു പോവാം, ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടും. നാട്ടിൽ അവന് ഒളിക്കാനായിട്ട് സ്ഥലങ്ങളൊന്നുമില്ല, എവിടെ നിന്നാലും പിടിക്കപ്പെടുമെന്നറിയാം. അങ്ങനെ അവന് നാട്ടിൽ നിന്ന് നേരെ കാട്ടിലേക്ക് എത്തുന്ന നേരപ്പൻ പരപരാ വെളുത്ത സമയത്താണ്. ഇതേ സമയത്ത് അമുലി ഒന്നും മുറിക്കകത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദിനെ കണ്ടില്ല. വിനായകണ്ണത് എവിടെ പോയി, ഈ നേരം പരപരാ വെളുക്കുന്നതിന് മുമ്പ് എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ആ സമയം അവലുവിന് ആവപ്പാട്ട് ടെൻഷനായി. ഇനി എന്തേലും ബൈജു എന്തേലും ചെയ്തോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സറിയുണ്ടായിരുന്നേ. ഈ സമയത്ത് വേലു എന്ത് ചെയ്യാണ്, പുറത്തേക്ക് ഇറങ്ങി അങ്ങ് ചെല്ലുന്ന സമയത്താണ് കാട്ടിക്കൂടെ ഗംഗാപ്രസാദ് നടന്നു വരുന്നുണ്ടേ. അവന്റെ ആ വരവ് കണ്ടപ്പോൾ എന്തോ ഒരു പന്തിയോട് തോന്നി. പെട്ടെന്ന് വേലു അങ്ങോട്ട് ചെന്നു. എന്താടാ, നീ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇത് എങ്ങോട്ട് പോയതാ? അത് പിന്നെ ഞാൻ ചുമ്മാ ഇല്ലോടെയൊക്കെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കാടിനെ ചതിക്കാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലുണ്ടല്ലോ, നിന്നെ പിന്നെ വെറുതെ വെച്ചേക്കില്ല. നിനക്ക് എന്തൊക്കെയോ തരികിടകൾ ഉണ്ടെന്ന് തോന്നേ. നിന്റെ മുഖം കണ്ടാ അറിയാം എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. സത്യം പറയടാ, നീ എന്താടാ മറയ്ക്കാൻ ശ്രമിക്കുന്നേ? ഞാൻ എന്തു മറയ്ക്കാൻ ശ്രമിക്കാനാ എന്നൊക്കെ ഇങ്ങനെ ആംഗ്യം കാണിക്കുവാണ്. വെറുതെ കള്ളത്തരം പറയണ്ട, നീ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. നിന്നെ വെറുതെ വിടുമെന്ന് കരുതണ്ട. കാടിനെ ചതിച്ചിട്ട് അങ്ങനെ കടന്നു കളയാൻ ശ്രമിച്ചാലുണ്ടല്ലോ
നിന്നെ വെറുതെ വെച്ചേക്കില്ല, നിന്നോട് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നിന്നെ നാട്ടിലെത്തിക്കാന്ന്. അതിന് അവസരം തന്നു, പക്ഷെ നീ പോകാൻ കൂട്ടാക്കുന്നില്ലല്ലേ, നിനക്കിട്ടുള്ള പണി ഞാൻ തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വേലു അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്താണ് അമലു അങ്ങോട്ടേക്ക് അന്വേഷിച്ചു വരുന്നത്. അമൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടു. പെട്ടെന്ന് അമലു എന്നിരിച്ചു, അല്ല വിനായകണ്ണത് എവിടെ പോയതായിരുന്നു, ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല, ആകെ പഴയ ടെൻഷനായിപ്പോയി. വേലുവാണെ വെല്ലു വിളിച്ചിട്ട് നടക്കുന്നതല്ലേ, ഓ ഇപ്പോഴൊരു സമാധാനം എന്ന് പറഞ്ഞ് ഗംഗാപ്രസാദിനെ ചാടിക്കയറി കെട്ടിപ്പിടിക്കുവാണ്. അപ്പത്തേക്കും ഗംഗാപ്രസാദ് ചോദിച്ചു, ഞാനെന്താ കാട് വിട്ട് നിന്നെ ഇട്ടിട്ട് പോയെന്ന് നീ കരുതിയോ? ഒരു വേള ഞാൻ ആകെപ്പാടെ പേടിച്ചുപോയി, പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അങ്ങനെ ഒരിക്കലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ചേർത്ത് പിടിക്കുകയാണ്. അവൾ അതിനകത്ത് അങ്ങോട്ട് വീണു. അവൾക്ക് ഭയങ്കര സന്തോഷം സമാധാനം ഒക്കെ ആയി. അങ്ങനെ അന്ന് വേലുവിന്റെ ഫോണിലേക്ക് രതീഷിന്റെ കോൾ വന്നു. രതീഷ് വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. അതെ വേലു ഇങ്ങോട്ടേക്ക് ഒന്ന് വരണം, ചില കാര്യങ്ങളുണ്ട്, തേനിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാനും പിന്നെ ഒരു കാര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവില് വേലു എന്ത് ചെയ്യണം, അക്കരെ കടന്ന് നാട്ടിലെത്തുകയാണ്. ഈ സമയത്ത് രതീഷിനൂടെ കിരണും കല്യാണിയും ഉണ്ടായിരുന്നു. അങ്ങനെ കിരണിനെയും കല്യാണിയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരണിനെ മനസ്സിലായി, മുമ്പ് കണ്ടതായിരുന്നല്ലോ. അവൻ പരിചയപ്പെടുത്തുവാണ് കിരണ, ഇതെന്റെ ഭാര്യയാണ് കല്യാണി എന്ന് പറഞ്ഞു. ഇവൾക്ക് കാടൊക്കെ കാണാൻ താല്പര്യമുണ്ട്, അത് മാത്രമല്ല അവിടേക്ക് ഒന്ന് കണ്ട് ഒന്ന് പരിചയപ്പെട്ട് ഇരിക്കാന്നൊക്കെ കരുതി, അതുകൊണ്ട് ഞങ്ങളെയും കൂടെ ഒന്ന് കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിക്കണം. വേലുവിന് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം കുറെ തേനൊക്കെ വാങ്ങിയതല്ലേ. അങ്ങനെ കിരണിനെയും കല്യാണിയും കൂടെ കൂട്ടിക്കൊണ്ട് കാട്ടിലേക്ക് പോവാണ്. പക്ഷെ ഇതൊന്നും ഗംഗാപ്രസാദിനിട്ട് അറിയത്തും ഉണ്ടായിരുന്നില്ല. അവന്റെ വിചാരം താൻ സേഫ് ആയിട്ട് ഇരിക്കുക, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയും. അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഓരോ കാര്യങ്ങളൊക്കെ കിരൺ ചോദിക്കുന്നുണ്ട് വേലുവിനോട്, ഇവിടെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് താമസിക്കാറുണ്ടോ അങ്ങനെയൊക്കെ. അങ്ങനെ ആരും വന്ന് താമസിക്കാറൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ അതൊന്നും പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവരങ്ങോട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗംഗാപ്രസാദ് ആ കാഴ്ച കാണുവാണ്. കാരണം ഗംഗാപ്രസാദ് അമുലുവിനെ ചേർത്ത് പിടിച്ച് നിൽക്കുമായിരുന്നു കാടിന്റെ അവിടെ. ആ സൈഡിലായിട്ട് നിൽക്കുന്ന സമയത്താണ് കാൽപെരുമാറ്റം കേട്ടെ. രണ്ടുപേരും കൂടെ ഇങ്ങനെ പതിങ്ങി നോക്കണ സമയത്ത് 2-3 പേരും കൂടെ കയറി പോകുന്നുണ്ടു. പക്ഷേ എങ്കിൽ അത് ആരാന്നും വ്യക്തമായിരുന്നില്ല. അപ്പോഴേക്കും ഗംഗാപ്രസാദ് അമുലുവിനോട് പറഞ്ഞു, ഇത് ആരൊക്കെ കൊണ്ട് കയറി പോകുന്നുണ്ട് വേലുവിന്റെ കൂടെ, അപകടമാണെന്ന് തോന്നുന്നതെന്ന് പറയണം. പേടിക്കണ്ടേ വിനായേട്ടാ, അത് നമ്മളെ ഒന്നും ചെയ്യാൻ വന്നവരായിരിക്കില്ല. ചിലപ്പം വേലിച്ചേട്ടൻ നാട്ടിലുള്ള ആരെങ്കിലും ഫ്രണ്ട്സ് വന്നാണോന്ന് അറിയില്ലല്ലോ, അവര് ചിലപ്പോൾ കാട് കാണാൻ വന്നാണോന്ന് അറിയില്ലോ. അപ്പോഴേക്കും അപകടം എടുത്തു. മുഖം ശരിക്കും വ്യക്തമായില്ല, ആരെന്താന്ന് മനസ്സിലായില്ല. ഈ സമയം ഗംഗാപ്രസാദ് പറഞ്ഞു, എനിക്ക് പേടിയുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ നിൽക്കാം, നീ അങ്ങോട്ട് ചെല്ലാൻ പറയണം, പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് കിരണും കല്യാണിയെ ഒക്കെ കൂട്ടിക്കൊണ്ട് വേലു വീട്ടിലേക്ക് വന്നു. നല്ല സ്വീകരണം തന്നെയാണ് മൂപ്പനും ഭാര്യയൊക്കെ കൊടുത്തേ. വേലു പറഞ്ഞു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ എന്റെ കയ്യിൽ നിന്ന് കുറെ തേൻ മേടിച്ചേ, അത് ഇവരാരെന്നൊക്കെ പറയാണ്. അത് കേട്ടപ്പോൾ മൂപ്പൻ പറഞ്ഞു, ഇവിടുത്തെ തേനൊക്കെ നല്ല ഡിമാൻഡാ, ഞങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമേ കൊടുക്കത്തുള്ളൂ, പിന്നെ അതിനകത്ത് മായൊന്നും കലർത്തത്തില്ല സാറേ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കുറെ ഞങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, ആവശ്യക്കാർ ഏറെയുണ്ട്, ഇതെന്റെ ഭാര്യ കല്യാണി എന്നൊക്കെ പറയാണ്. പിന്നീട് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുക, ഇവിടെ ആരൊക്കെ താമസം ഉണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും പറഞ്ഞു, ഞാനും എൻ്റെ മോളും മാത്രമേ ഉള്ളൂ, പിന്നെ വേലു ഉണ്ടെന്ന് പറയണം. അല്ല വേറെ ആരെങ്കിലും ഇവിടെ വന്ന് താമസിക്കാറുണ്ടോ? അങ്ങനെ ആരും ഇല്ല. അല്ല കാട്ടിലകപ്പെടുന്നവര് ഇവിടെ വരാറുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ നാട്ടിലേക്ക് പറഞ്ഞു വിടാറുള്ളൂ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് സാമൂഹ്യ വിരുദ്ധരൊക്കെ കയറാറുണ്ട്, അവരെയൊക്കെ ഫോറസ്റ്റുകാർ ഓടിക്കും എന്നൊക്കെ പറയാണ്. കല്യാണി ആ സമയത്ത് അവിടെയൊക്കെ നോക്കി, പക്ഷെ അവിടെ നോക്കുന്ന സമയത്ത് ഒന്നും സംശയത്തക്ക രീതിയിലായിട്ട് ഒരു കാര്യങ്ങളും കാണുന്നില്ല. കല്യാണിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരുപക്ഷെ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നൊരു ചിന്ത കല്യാണിയുടെ മനസ്സിലിങ്ങനെ ആരോ പറയുമായിരുന്നു, ഇവിടെ ഉണ്ടെന്നുള്ള ചിന്ത കല്യാണിക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും വരുവാണ്. ആ സമയത്ത് കിരണിനോട് കല്യാണി പറഞ്ഞു, കിരണേട്ടാ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണട്ടെ എന്ന് പറയണം. ഒടുവിൽ കിരൺ പറഞ്ഞു, ഞാനും കൂടെ വരാമെന്ന് പറയാം. അപ്പൊ വേലു അവരോട് കൂടെ കൂടി. അങ്ങനെ അവര് അവിടെയൊക്കെ ചുറ്റി നടന്നിങ്ങനെ കാണുവാണ്. അവരുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഗംഗാപ്രസാദ് ഇവിടെ ഉണ്ടോ എന്ന് അറിയുക മാത്രമായിരുന്നു. പിന്നീട് അവരങ്ങോട്ട് അതിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് ഗംഗാപ്രസാദ് അവിടുന്ന് പെട്ടെന്ന് എന്ത് ചെയ്യണം, വീട്ടിലേക്ക് കയറി പോരുവാണ്. കാരണം ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ കണ്ടുപിടിക്കുമെന്ന് തോന്നി. അപ്പൊ ഇനി അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ രക്ഷപ്പെട്ട് അവിടെ കയറി ഒന്ന് മുറിക്കാത്ത പമ്മി ഇരിക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി അവർ തിരിച്ചു വരുമോ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ആകപ്പാടെ വെപ്രാളമായി പോയി. ഈ സമയത്ത് അതിലൂടെയൊക്കെ നടക്കണ സമയത്ത് കിരണിനോട് കല്യാണി പറഞ്ഞു, കിരണേട്ടാ എനിക്ക് തോന്നുന്നുണ്ട് അവൻ ഇവിടെ എവിടെയോ ഉണ്ടെന്ന്. അല്ല കുറെ സമയമായാലോ നീ ഇത് തന്നെ പറയണേ. അതെ എന്റെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ട്. കിരണാണ് ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടെ വേലുവിനെ ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറയണം. അങ്ങനെ വീണ്ടും കിരൺ ആ ഫോട്ടോ എടുത്ത് വേലുവിനെ കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല ഈ ഫോട്ടോ ഒരിക്കൽ ഞാൻ കാണിച്ചാണ്,
ഇവനെ കുറിച്ച് വല്ലതും അറിയാമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേലു പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞായിരുന്നല്ലോ സാറേ, എന്താ സാറേ വീണ്ടും വീണ്ടും അതിങ്ങനെ ചോദിക്കണമെന്ന് ചോദിക്കാം. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഇവൻ പക്കാ ക്രിമിനലാന്ന് പറയാണ്. ക്രിമിനലോ? അതെ, ഇവനൊരു കൊലയാളിയാന്ന് പറയുക. ഇത് കേട്ടപ്പോൾ വേലു ഞെട്ടി. ഇവനെ ഞാൻ അടിച്ച് അവശനാക്കി അവിടെ ഇട്ടിട്ട് പോയതാ. പക്ഷെ ഇവനെ കുറിച്ച് വീണ്ടും ഒരു വിവരവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇവന് കാട്ടിലുണ്ടോ അതോ ഇപ്പം വല്ല മൃഗങ്ങൾക്കും ഇരയായോന്ന് അറിയത്തില്ല. അതുകൊണ്ടാ ചോദിക്കുന്നേ. ഇവനിനി ഇപ്പം രക്ഷപ്പെട്ടുണ്ടോന്ന് അറിയത്തില്ല. വീണ്ടും ഇവന് ആക്രമണം അഴിച്ചു വിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അന്തം വിട്ട് വേലു നിൽക്കുവാണ്. വേലുവിന് കേട്ടതുപോലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഇവന്റെ പേര് ഗംഗാപ്രസാദ് എന്നാന്ന് പറയണേ. ഗംഗാപ്രസാദ് എന്നോ? എന്നിട്ട് ഇവനിവിടെ പറഞ്ഞിരിക്കുന്ന വിനായകൻ എന്നാണല്ലോ. അങ്ങനെ സത്യങ്ങളൊക്കെ വേലു അറിയുവാണ്. വേലുവിന് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ അവൻ പക്കാ ഫ്രോഡാണ്, അവൻ കൊലയാളിയാണ്. അവൻ ഇവിടെ വന്ന് ഒളിച്ച് താമസിക്കുന്നുള്ള കാര്യം മനസ്സിലായി. തന്റെ പെണ്ണിനെ അവന് സ്വന്തമാക്കി ഓരോന്നൊക്കെ പറഞ്ഞ് അവനെ വെറുതെ വിട്ടുകൂടാ. അവനിട്ട് പണി കൊടുക്കാൻ തന്നെ വേലു തീരുമാനിക്കുക. അങ്ങനെ വേലു ഒടുവില് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. അവനിവിടെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ കിരണും കല്യാണിയും കൂടെ അവനെ പിടികൂടാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. കിരണിന്റെ കൈ കിട്ടിയിട്ടുണ്ട ഗംഗാപ്രസാദിന്റെ കാര്യങ്ങളൊക്കെ തീർന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.